നിങ്ങളുടെ ഏത് ചാനലാണ്? ആ എന്നാ മതി, എന്നാ മതി, അവിടെ ഇരുന്നാ മതി, ഇന്നാ മതി അവിടെ, ഇന്നാ മതി അവിടെ, ഇന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. അങ്ങാടിയിൽ തോറ്റപ്പോ അമ്മയുടെ മേക്കിട്ട് കയറുക എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് മാധ്യമങ്ങളോട് BJP അധ്യക്ഷൻ പൊട്ടിത്തെറിച്ചത്. RSSും BJPയുമായി പതിറ്റാണ്ടുകൾ പൊതുപ്രവർത്തനം നടത്തിയ തിരുമല അനിൽ ഒടുവിൽ ഒരു കത്തെഴുതി വെച്ച് ജീവനൊടുക്കുകയായിരുന്നു. സംഘബോധം തീർത്ത് പൈസ വസൂലാക്കി BJP നേതാക്കൾ മുങ്ങിയതാണ് ആ പാവം മനുഷ്യന്റെ ജീവൻ ചോദ്യചിഹ്നം പോലെ ആടുന്നതിലേക്ക് നയിച്ചത്. ഒറ്റ പൈസ താൻ എടുത്തിട്ടില്ല. എല്ലാവരെയും സഹായിച്ചെങ്കിലും എല്ലാവരും ആപത്ത് കാലത്ത് ഒറ്റപ്പെടുത്തി. ഹൃദയരക്തത്തിൽ കുതിർന്ന ആ ആത്മഹത്യാക്കുറിപ്പ് BJPക്ക് മേൽ കഠോര വാളായി ആടുകയാണ്. 35 ലക്ഷം വീതം വായ്പയെടുത്ത് മുങ്ങിയ BJP നേതാക്കന്മാരടക്കം കോടികളുടെ ബാധ്യതയ്ക്ക് കണക്ക് പറഞ്ഞേ തീരൂ. BJP നേതാക്കളെ നിങ്ങൾ ED അടക്കം അധികാരത്തിൻ്റെ അപ്പോസ്തലങ്ങളിലെ ഹുങ്കുപയോഗിച്ച് മറ്റുള്ളവരെ വിരട്ടിയ BJPയും കേന്ദ്ര ഏജൻസികളും ഇതിലെന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. എടുത്താലും ഇല്ലേലും ആ മനുഷ്യൻ്റെ രക്തത്തിലെ പാപക്കറ BJPയുടെ കളസത്തിലുണ്ടാകും. അതിന് BJPയെ കൊണ്ട് കേരളം കണക്ക് പറയിച്ചിരിക്കും. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മേൽ അക്രമം തീർത്താലും ഈ നാട് പിന്മാറില്ല. പിന്നെ കൈരളിയിലെ മാധ്യമപ്രവർത്തകയോട് മോശമായി ആക്രോശം തീർത്ത BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ആ വേല കയ്യിലിരിക്കട്ടെ. മുമ്പിൽ കളസവുമിട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന താങ്കളുടെ ശമ്പളം പറ്റുന്ന ചാനൽ പ്രവർത്തകരെ താങ്കൾ കണ്ടിട്ടുള്ളൂ. ഇത് കൈരളിയാണ്, വിത്ത് വേറെയാ. അമ്മായിയപ്പൻ്റെ സാമ്രാജ്യത്തിലെ പണം കണ്ടു വന്നവരല്ല ഞങ്ങൾ. കൊത്തി മുറത്തിൽ കൊത്തേണ്ട ആ തടി പോരാ ഇവിടെ. നിങ്ങളുടെ തലതൊട്ടപ്പൻ അമിത് ഷാ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ താങ്കൾ. വിരട്ടും വിളയാട്ടവുമായി മടിയിലെ കനം മറയ്ക്കാനാകുമോ BJPക്ക്? ചർച്ച തുടരാം. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: അംശു വാമദേവൻ, CPIM നേതാവ്, തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ, വലതു നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. ഒപ്പം ഇടതു നിരീക്ഷകൻ റജി ലൂക്കോസ്. ആദ്യം ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക്. രാജേന്ദ്രൻ പന്തളം, BJPയെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു തട്ടിപ്പാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കുന്നതിലേക്ക് നയിക്കപ്പെട്ടത്. വയനാട്ടിലെ കോൺഗ്രസിന് പിന്നാലെ ഇതാ തിരുവനന്തപുരത്ത് BJP. മാത്രമല്ല, ഇത് ചോദ്യം ചെയ്യുന്ന കൈരളി അടക്കമുള്ളവരോട് തട്ടിക്കയറുന്നു. പ്രത്യേകിച്ച് കൈരളിയുടെ വനിതാ മാധ്യമ പ്രവർത്തകയോട് നീ ചോദ്യം ചോദിക്കണ്ട എന്നാണ് ആക്രോശിച്ചത് രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഞാനൊരു അനുശോചനം അറിയിക്കട്ടെ. അതായത് തിരുമലയുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള 55 വയസ്സ് മാത്രം പ്രായമുള്ള ചുറുചുറുക്കുള്ള ആ കൗൺസിലറുടെ BJP നേതാവ് കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ എൻ്റെ ദുഃഖം ആ കുടുംബത്തെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മരിച്ചുപോയി, ആത്മഹത്യയാണത്. BJPയുടെ വാർഡ് ഓഫീസിൽ വെച്ച് തന്നെയാണ് ആത്മഹത്യ നടന്നത്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ചിത അടങ്ങും മുമ്പേ ഒരു ചർച്ച ചെയ്യേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ മാധ്യമ പ്രവർത്തകരെന്ന നിലയിൽ നമുക്കത് വേണ്ടിവരും. പക്ഷെ അതിന് ഒപ്പം തന്നെ ആ കുടുംബത്തിന്റെ ഭാവി കാര്യങ്ങളിലെ ശ്രദ്ധ എല്ലാ പൊതുപ്രവർത്തകർക്കും ഉണ്ടാകണമെന്നും ദൗർഭാഗ്യകരമായ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കൂടി അപേക്ഷിക്കുന്നു. ഇവിടെ അജിംഷാദെ, എനിക്ക് ഓർമ്മ വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ആ ഒരു ലോകപ്രസിദ്ധമായ വിശ്രുതമായ വാക്യം. അതായത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് മനുഷ്യൻ മജ്ജയും മാംസവും ഏന്തി ഇതുവഴിയെ നടന്നു പോയെന്ന് വരും തലമുറ വിശ്വസിക്കില്ല. പറയൂ, താങ്കൾ ഐൻസ്റ്റീനെ പറയാതെ ഇതിലേക്ക്. അതെ, അത് തന്നെയാണ് ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച്. അതായത് ഇപ്പൊ മരിച്ച തിരുമല വാർഡ് കൗൺസിലറെ കുറിച്ച് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യും, അപ്പോഴും അപാരമായ തൊലിക്കട്ടിയോടുകൂടി അവരുടെ നിക്ഷേപങ്ങൾ മടക്കി കൊടുക്കാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള ആ പല തരത്തിലുള്ള അസാധാരണമായ വ്യാഖ്യാന പാടവം കൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിനുള്ള ദുഃഖം കൊണ്ട് സ്വയം ജീവൻ ഒടുക്കിയ ഒരു കൗൺസിലർ, അത് വ്യത്യസ്തമായ വേറിട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്.
ഇങ്ങനൊരു ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇങ്ങനൊരു ആത്മഹത്യ, നിക്ഷേപകർ ആത്മഹത്യ NM വിജയനുണ്ട്, നിരവധി പേരുണ്ട്, എണ്ണിയാൽ തീരാത്ത പേരുകളുണ്ട്. താങ്കൾ ഓക്കെ പറയുമോ? ഓക്കെ NM വിജയനില്ലേ വയനാട്? അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും കോൺഗ്രസിന്റെ എത്ര പേരുണ്ട്? എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അത് നമുക്ക് പറയാം. നമുക്ക് ഈ സംഭവത്തിലേക്ക് എത്തിയാൽ ശരിയാണ്, ഇങ്ങനെ നിക്ഷേപകരല്ല, മറിച്ച് ഇത് സംഘടിപ്പിച്ച ഒരാൾക്ക് മരിക്കേണ്ടി വന്ന സാഹചര്യം, അതിലുള്ള അവരുടെ BJP പാർട്ടിയുടെ പങ്ക് ഇത് പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം എന്ന് മാത്രമല്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ നേരിട്ട്, അതായത് ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തകയെ പ്രത്യേകിച്ചു ഇങ്ങനെയുള്ള വാക്കുകളിൽ അദ്ദേഹം ആക്രോശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമല്ല. ഉണ്ടെങ്കിലോ ഉണ്ടല്ലേ താങ്കൾ ആദ്യ വാക്കുകൾ? അത് അപ്പോഴുണ്ടായ പ്രകോപനത്തിന്റെ പേരില്ല. നീ എന്നുള്ള വിളി എന്ന് പറയുന്നത് വടക്കേ മലബാറിൽ അങ്ങനെ ഒരു വിളി സ്നേഹപൂർവമായ ഒരു വിളിയാണ്. ആ നീ എന്നുള്ള വിളി നമ്മൾ വടക്ക് വെച്ചാൽ മതി. ഇവിടെ ആ മാധ്യമ പ്രവർത്തകരോട് ആക്രോശിക്കുന്ന രീതി നീ എന്നുള്ള പദത്തിൽ മാത്രമല്ലല്ലോ. അദ്ദേഹം മുതലാളിയായ ചാനലുണ്ട്, അതിൽ ശമ്പളം കൊടുക്കുന്നവരുണ്ടാകാം, അവരോട് പോലും അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള അവകാശമില്ല ഒരു തൊഴിലാളി ബോധത്തിൽ. പക്ഷെ അവർ ഒരു പക്ഷേ കേട്ടേക്കാം, പക്ഷേ കൈരളി ന്യൂസിന്റെ പ്രവർത്തകർ കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കുകയുമില്ല, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാണിച്ചു തരാം എന്നൊക്കെയുള്ള വാക്പ്രയോഗം രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ പാടില്ലാത്തത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അതിന് ഏറ്റവും ഇത് മാപ്പ് പറയണം, അതാണ് വേണ്ടത്. ഈ കൈരളി ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകയെ ആക്ഷേപിച്ചല്ലോ, അവരും വടക്കേ മലബാർ തന്നെയാണ്, അവരുടെയും ജന്മസ്ഥലം വടക്കേ മലബാറാണ്. മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി മാത്രം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളെ അത് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ മാധ്യമ പ്രവർത്തകരുടെ ജോലി. ആ ജോലിക്കിടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതും കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമാണ്. എത്ര പ്രകോപനം ഉണ്ടെങ്കിലും അത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വേണം. അല്ലെങ്കിൽ നോ കമന്റ്സ് എന്നുള്ള വാക്ക് പറഞ്ഞ അദ്ദേഹത്തിന് പറയാമായിരുന്നു. നീ എന്നൊക്കെയുള്ള പ്രയോഗവും പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് പ്രയോഗിച്ചതും തീരെ നല്ല കാര്യമല്ല. ഈ കാര്യത്തിലൊക്കെ ഒരു സമദൂരം പാലിക്കുന്ന ആളാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതിന് ഏതെങ്കിലും പാർട്ടിക്ക് വിധേയനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് തന്നെ പറയുന്നു. ഇങ്ങനെയുള്ളത് ഓഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, തീർച്ചയായിട്ടും അത് തെറ്റാണ്, അതിന് മാപ്പ് പറയേണ്ടതാണ്. അല്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കുക കൈരളി ചാനലിലല്ല, BJPക്ക് തന്നെയായിരിക്കും. അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിക്കും. തീർച്ചയായിട്ടും ഈ ദൗർഭാഗ്യകരമായ പക്ഷേ അതവിടെ നിൽക്കട്ടെ. മാധ്യമ പ്രവർത്തകയോട് കാട്ടിയ അപമാനം അത് ഞങ്ങൾ അതിന് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഈ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള BJPയുടെ റോളിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോഴല്ലേ അത്തരത്തിൽ കൊഞ്ഞണം കുത്തലെത്തുന്നത്? അവിടെ എന്താണ് രാജീവ് ചന്ദ്രശേഖരനും BJPക്കും മറച്ചു വെക്കാനുള്ളത്? താങ്കൾ അതിനെ ലളിതവൽക്കരിച്ച് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകരുത്. ഒരു ലളിതവൽക്കരണവും അല്ലാതെ തീർച്ചയായിട്ടും BJP വിശദീകരിക്കണം. അവരുടെ ഒരു വാർഡ് കൗൺസിലറാണ്, താങ്കൾ പറഞ്ഞ പോലെ അവരുടെ ഒരു പ്രവർത്തകനാണ്. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം കൗൺസിലർ ആവുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരാളിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം തീർച്ചയായിട്ടും BJP അറിഞ്ഞിരിക്കും. അവരറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കണം. തീർച്ചയായിട്ടും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും വിശദീകരിക്കേണ്ടതാണ്. എന്തായാലും ദൗർഭാഗ്യകരമായ ഈ ഒരു മരണം നടന്നത് തീർച്ചയായിട്ടും അല്ല, ദൗർഭാഗ്യകരമല്ല രാജേന്ദ്രൻ മന്ദള. നമുക്ക് ചർച്ചയുടെ വഴിയെ നമുക്കത് മനസ്സിലാവും. ദൗർഭാഗ്യകരമല്ല, ഇത് ബോധപൂർവം ചില നേതാക്കന്മാർ ചേർന്ന് പറ്റിച്ചാണ്. 35 ലക്ഷം വീതം എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പും പ്രചരണവും ഒക്കെയായി ഈ BJP നേതാക്കൾ ആ പാവത്തിൻ്റെ അടുത്ത് പോയി പൈസ വസൂലാക്കിയാണ് തിരിച്ച് അത് അടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 11 കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനമാണ്, പക്ഷേ 6 കോടി കടം വരുന്നു. അദ്ദേഹത്തിന് ജീവൻ കളയേണ്ടി വന്ന സാഹചര്യം അവിടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ വഴിയെ എത്താം, ദയവായി തുടരൂ. അംശു അത് താങ്കൾ പറയണ്ട, BJPയും പറയണ്ട, അന്വേഷണം നടക്കുമല്ലോ. അംശു വാമദേവനും റജി ലൂക്കോസിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തക ശ്രീമതി സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ, എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? BJP അധ്യക്ഷനോട് ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു സുലേഖ ചോദിച്ചത് കൈരളി ന്യൂസിൻ്റെ പ്രതിനിധിയായി?
അത് നമുക്ക് ഇത്തരത്തിൽ BJP ഓഫീസിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് നമ്മൾ വർക്കല ശിവഗിരിയിലേക്ക് എത്തുന്നത്. ഈ വർക്കല ശിവഗിരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ചാണ് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ ബൈറ്റ് എടുക്കാൻ വേണ്ടി, ഈ പ്രതികരണം എടുക്കുവാൻ വേണ്ടി എത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇത്തരത്തിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചത് ഇത്തരത്തിൽ തിരുമല അനിൽ എന്ന് പറയുന്ന BJP കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. ആ കാര്യത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനായി എന്നുള്ള കാര്യം തന്നെയാണ് പറയേണ്ടുന്നത്. ഈ ചോദ്യം ഇത്തരത്തിൽ BJP കൗൺസിലറുടെ ആത്മഹത്യ എന്നുള്ളൊരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനാകുന്ന സാഹചര്യം, ക്ഷുഭിതനാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസത്തെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ 2 ദിവസം മുൻപ് കണ്ടിരുന്നെന്നും സംസാരിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട് നീ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, സംസാരിക്കേണ്ട, മറുപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിന് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അത്തരത്തിൽ അധിക്ഷേപ പരാമർശം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങൾ അത് വസ്തുതയുള്ളതാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ചോദ്യങ്ങളോടൊക്കെ തന്നെയും വലിയ രീതിയിൽ ക്ഷുഭിതനായിക്കൊണ്ട്, വലിയ രീതിയിൽ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇട്ടത്. അതേ സംബന്ധിച്ചാണ് ചോദിച്ചത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാരണം ഈ മരിച്ച അനില് നേതാക്കന്മാരോടെല്ലാം പോയി മുട്ടുകയുണ്ടായി. BJP നേതാക്കളാണ് ഇത് വാങ്ങിയത്, അപ്പോൾ ആ പണമെല്ലാം തിരിച്ചു വേണം, അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എല്ലാ BJP നേതാക്കന്മാരെയും കണ്ടു. ആ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണോ രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയത് എന്നല്ലേ സുലേഖ ചോദിച്ചത്? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി ജനറൽ സെക്രട്ടറിയാണ് തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലർ. അത്തരത്തിൽ എന്തുകൊണ്ടും ആദ്യവും അവസാനവുമായി ഈ തിരുമല അനിൽ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ മുട്ടാനുള്ള അവസാന വാതിൽ എന്ന തരത്തിൽ അത് സമീപിക്കുന്നത് പാർട്ടിയെ തന്നെയാണ്. താൻ അത്രത്തോളം വർഷങ്ങളായി വിശ്വസിക്കുന്ന, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പാർട്ടിയെയാണ് തിരുമല അനിൽ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൽ എന്താണ് സംസാരിച്ചത് എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിൽ ഏത് മാധ്യമമാണ്, കൈരളിയാണെങ്കിൽ മറുപടിയില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വളരെ മോശമായി മാധ്യമപ്രവർത്തകരെ ഒന്നാകെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയാണ്, അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകർ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. ഈ മറുപടി നൽകി തിരിച്ചിറങ്ങി ഇത്തരത്തിൽ നമ്മളുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായ രാജീവ് ചന്ദ്രശേഖർ മറുപടി മുഴുവിപ്പിക്കാതെ ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ആ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. കാണിച്ചു തരാം എന്നുള്ള ഒരു വാക്കുപയോഗിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജിംഷാദ്, തീർച്ചയായും എന്തിരിച്ചെത്താം. ശ്രീ അംശു വാമദേവൻ, CPIM നേതാവ്, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ. ശ്രീ അംശു, അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനായത് ഈ അനിലുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും പാർട്ടി നേതൃത്വം എന്ന നിലയിൽ. അതേ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ അദ്ദേഹം കൈരളിയോട് തട്ടിക്കയറുന്നത്. അദ്ദേഹം അത്തരത്തിലൊരു ആജ്ഞാപനമൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിലോ അല്ലെങ്കിൽ മാരാർജി ഭവനിലോ നടത്തിയാൽ മതി, കൈരളി പ്രവർത്തകരോട് വേണ്ട, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ അനിലുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് BJP പ്രതിക്കൂട്ടിലാകുന്നത്?
ജിംഷാദെ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സാധാരണ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത കത്തി എരിയുന്ന ഈ സമയത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഇപ്പോൾ ഈ കൈരളിയിലെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഇതേ ഫ്ലോറിൽ എത്രയോ തവണ ഞാൻ CPM പ്രതിനിധിയായും തിരുമല അനിൽ BJPയുടെ പ്രതിനിധിയായും നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളിലും തർക്കിച്ചിട്ടും സംവദിച്ചിട്ടുമൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓർമ്മകളായി ഇരച്ചെത്തുകയാണ്. നമ്മുടെ തിരുവനന്തപുരം കൗൺസിലിലെ യോഗങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോഴും ഞങ്ങളോടെല്ലാം വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന, താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും സത്യസന്ധമായ കൂറും ആത്മാർത്ഥതയും പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും. അതാണ് ഞാൻ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വേദന ഞങ്ങളുടെ എല്ലാ പൊതുപ്രവർത്തകരെന്നുള്ള നിലയിലും ഞങ്ങളുടെ സഹ കൗൺസിലർമാരെന്നുള്ള നിലയിലും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. 2 ദിവസമായി മേയറും ഡെപ്യൂട്ടി മേയറും ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരത്തോടൊപ്പം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം BJPയെ സംബന്ധിച്ച് എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വലിയൊരു വെപ്രാളമാണ് ഇവർ കാണിക്കുന്നത്. തങ്ങളുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടു പോകുമ്പോൾ അത് ആകസ്മികമായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ച് നിർത്തി അദ്ദേഹത്തിനോട് ഉള്ള അദ്ദേഹം ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തോട് കാണിച്ച കൂറ് അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ പെരുമാറുന്നതിന് പകരം തുടക്കം മുതൽ അതിനെ എന്തോ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു വെപ്രാളം BJPയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണം നമ്മൾ ഇതിൻ്റെ കൂടെ ഒപ്പം കൂട്ടി വായിക്കണം. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രകോപനം സൃഷ്ടിക്കലാണ്. യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറിപ്പോവാനും ചർച്ച വഴിതിരിച്ചു വിടാനുമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നലെ SK ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയതിന് ശേഷം ജില്ലാ അധ്യക്ഷൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിലല്ല, നേരെ വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ആ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് CPMൻ്റെയും പോലീസിൻ്റെയും ഗൂഢാലോചനയെ സംബന്ധിച്ചൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പോയെന്നുള്ളത് അപഹാസ്യകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ വാർത്താ സമ്മേളനം കണ്ടാൽ ഒരു ആത്മാർത്ഥമായി BJPയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകന് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ ജില്ലാ അധ്യക്ഷൻ നടത്തിയത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. യഥാർത്ഥത്തിൽ ഈ CPMനെ കുറിച്ചോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഗൂഢാലോചനയെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി പ്രിയപ്പെട്ട അനിലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അനിലേട്ടൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ആ ആത്മഹത്യാക്കുറിപ്പിലുള്ള പരാമർശം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചേ ഉള്ളൂ. അദ്ദേഹം നെഞ്ചിനകത്ത് സൂക്ഷിച്ച തൻ്റെ കുടുംബത്തേക്കാൾ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ഒരു പ്രസ്ഥാനം, അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കേണ്ടി വന്നു അനിലേട്ടന്. അതിന് BJPയുടെ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന് എന്നെ ഒറ്റപ്പെടുത്തി, ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം എന്നോടൊപ്പം നിന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെവിടെയാണ് CPMൻ്റെ ഗൂഢാലോചന? എവിടെയാണ് പോലീസിൻ്റെ ഗൂഢാലോചന? അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൈരളി നമുക്കറിയാലോ, കൈരളി എപ്പോഴും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് ചോദിക്കും. അതിന് കൈരളിക്ക് അത് ഗവർണറാണെന്നോ അമിത്ഷാ ആണെന്നോ രാജീവ് ചന്ദ്രശേഖരനാണെന്നോ ഒരു വ്യത്യാസവും ഇല്ല, VD സതീശനാണെന്നോ വ്യത്യാസമില്ല. എല്ലാവരോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചങ്കുറപ്പോടെ ചോദിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് കൈരളി. ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചോദ്യത്തെ മറികടക്കാൻ ഒരു ഉപായം എന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് ഈ കാണിച്ച ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിലാണ് അത്തരം ഒരു അസഭ്യം നിറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജിലും വാചകത്തിൽ അസഭ്യം നിറഞ്ഞ നിലയിൽ ആ പെരുമാറ്റം നടത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPയുടെ സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ അനിലേട്ടൻ എഴുതി വെച്ച ആരാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയത്, ആരാണ് അദ്ദേഹത്തെ ഇതിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് അറിയേണ്ട ഉത്തരവാദിത്തം ഓരോ BJPയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തേക്കാൾ കൂടുതൽ സമയം പൊതുപ്രവർത്തനത്തിനും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് ഉണ്ടാകണം. ഒരു കാര്യം കൂടി, അദ്ദേഹത്തിനെ പോലെ അത്രയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാൾ
ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആയിട്ടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. ഞങ്ങളുണ്ട്. അവിടെ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരുമുണ്ട്. ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം നമ്മുടെ ഭരണസമിതി അംഗങ്ങളും മുഴുവൻ കൗൺസിലർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും സത്യസന്ധമായി അദ്ദേഹത്തോടും കുടുംബത്തോടൊപ്പമുണ്ട്. പക്ഷേ ഒരു കാര്യം സുവ്യക്തമായി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വിശ്വസിച്ച് പ്രവർത്തിച്ച 10-40 കൊല്ലത്തിലധികം അദ്ദേഹം കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒറ്റപ്പെടുത്തിയവരെ പുള്ളി തൊട്ട് മാറ്റി നിർത്താൻ BJPയുടെ നേതൃത്വം തയ്യാറാകണം. 2 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ വ്യക്തമാക്കുകയാണ്. ആ സമയത്ത് പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങ് കൊടുക്കാനോ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാനോ കഴിയാത്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇതിൽ നിന്ന് ഒളിച്ചോടാനാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഈ കാണിച്ച ഈ പൊറോട്ട നാടകം. ഇവിടെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ശമ്പളം കൊടുക്കുന്ന മാധ്യമ സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഒരുപക്ഷെ അദ്ദേഹം മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞാൽ അവർ മുട്ടിലിഴയുന്ന സമീപനം സ്വീകരിക്കും. പക്ഷേ നട്ടലുള്ള അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകർ അതിന് തയ്യാറാകില്ല, പ്രത്യേകിച്ച് കൈരളി തയ്യാറാകില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും തിരിച്ചെത്താം ഞാൻ റജി ലൂക്കോസിലേക്ക്. റജി ലൂക്കോസ്, അതായത് അദ്ദേഹം BJPക്കാരനാണ്, RSSകാരനാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യ മര്യാദ എപ്പോഴും പാലിച്ചിട്ടുണ്ട്. ഇതാണ് അംശു വാമദേവൻ തന്നെ പറയുന്നു. ഇന്നലെ അത് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞു. അവരൊക്കെ ആ ശവദാഹ നടപടികളിലൊക്കെ സംസ്കാരങ്ങളിലൊക്കെ ഇടപെട്ടവരാണ്, നേരിട്ട് അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും. മാത്രമല്ല ഈ കൈരളിയുടെ ഫ്ലോറിൽ തന്നെ ഈ അനിലും ഈ അംശു വാമദേവനും ഒക്കെ ചർച്ചയിലിരുന്നിട്ടുണ്ട്, പരസ്പരം കൊമ്പുകൊടുത്തത്. പക്ഷേ വ്യക്തികൾ എന്ന നിലയിലായിരുന്നില്ല. അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അനിൽ. മാത്രമല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കണം, അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ കൂടെയുള്ള പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ ചതിച്ചതുകൊണ്ട് ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് താൻ മരിക്കുന്നത്, മരണമല്ലാതെ വേറൊന്നില്ലാതെ താൻ ഈ ആത്മഹത്യയെ സെലക്ട് ചെയ്യുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കവറിലിട്ട് കുറച്ച് പൈസ വെച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനുള്ള ചിലവായിരുന്നു. ആ അർത്ഥത്തിൽ പോലും ജാഗ്രത പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനിൽ. ആ അനിലിനാണ് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ആരാണ് ഉത്തരം പറയേണ്ടത്? റജി ലൂക്കോസ്. അജിംഷാദെ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം ഒരു പ്രവർത്തകയെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ നീ എവിടെ നിന്നാ മതി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അധിക്ഷേപിച്ചത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയാണ് ശ്രീ ചന്ദ്രശേഖർ ഇന്ന് മാധ്യമപ്രവർത്തകയോട്, നമ്മുടെ പ്രിയങ്കരിയായ കൈരളിയുടെ വനിതാ മാധ്യമപ്രവർത്തകയോട് കാട്ടിക്കൂട്ടിയത്. അദ്ദേഹത്തിന് സ്വന്തമായ ചാനൽ കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്, കൂടാതെ കന്നഡയിലുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകയോട്, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് അവരാരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ചെയ്തിരുന്നുവെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എന്തായിരിക്കും? ആ മാധ്യമങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടാവും? ഇതാണ് ആദ്യത്തെ ചോദ്യം കേരളം ചോദിക്കുന്നത്. ഒരു വനിതാ മാധ്യമപ്രവർത്തകയെ, സ്ത്രീകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല തങ്ങൾ ഏത് വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതിന്റെ 2ാമത്തെ തെളിവാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്. മറ്റൊരു തെളിവ് സുരേഷ് ഗോപി കോഴിക്കോട് മാധ്യമപ്രവർത്തകയോട് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ. അത് വലിയ കേസായി. അതിന്റെ അവസാനം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും, മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിലും കോൺഗ്രസിനും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ. അവർ ജീവൻ ഒടുക്കേണ്ടി വരും. തിരുമല അനിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമാണെന്ന് അറിയത്തില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്ത ആളൊരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരൻ. രാഷ്ട്രീയം എന്തുവാട്ടെ, അദ്ദേഹം ജീവൻ ഒടുക്കേണ്ട കാരണം എന്താണ്? അത് കേരളം ചർച്ച ചെയ്യണ്ടേ? ഈ 11 കോടി രൂപ ആസ്തിയുള്ള സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആ വ്യക്തി ഈ BJPയുടെ സമുന്നത നേതാക്കന്മാർ റെക്കമെൻഡേഷന് 35 ലക്ഷം രൂപ വെച്ച് പലർക്കും വായ്പ കൊടുത്തു 1 രൂപ പോലും അടയ്ക്കാതെയുള്ള ബാധ്യത ആ പാവ മനുഷ്യന് തലയ്ക്ക് വന്നു. അദ്ദേഹം 2 ദിവസം മുമ്പ് ഇപ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകയെ സ്ത്രീ അധിക്ഷേപം നടത്തി രാജീവ് ചന്ദ്രശേഖരന്റെ പക്കലെത്തി അദ്ദേഹം തന്റെ വേദനകൾ പങ്കുവച്ചു. ഒരു തരത്തിലും ഒരു സഹായ വസ്തു നീട്ടാതെ നിഷ്കരണം ഇറക്കി കൊണ്ടു രാജീവ് ചന്ദ്രശേഖരന് നമ്മുടെ മുമ്പിൽ വാർത്തകളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സാന്ത്വനം നൽകിയിരുന്നെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങളുടെ പിതാവായ ആ അനിൽ ആത്മഹത്യ ചെയ്യാതെ നിന്ന് അദ്ദേഹം ജീവിച്ചിരുന്നേനെ. അപ്പൊ കുറ്റകരമായ കുറ്റകൃത്യമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 2ാമതായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതല്ലേ വസ്തുത എന്ന് പറയുന്നത്. എങ്ങനെയാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും?
ദേശീയ തലത്തിൽ ഗോദി മീഡിയ ഒഴികെയുള്ള ബാക്കി മുഴുവൻ മാധ്യമങ്ങളെ നിരോധിക്കണമെന്നും അവർക്കെതിരെയുള്ള വാളോങ്ങലുമായിട്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മാധ്യമ സ്വാതന്ത്ര്യത്തിന് ജനാധിപത്യ ഹത്യയ്ക്കും വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന പ്രവർത്തകരുടെ അവസാനത്തെ വ്യക്തമായ തെളിവല്ലേ ഈ രാജീവ് ചന്ദ്രശേഖരനോട് കാട്ടിക്കൂട്ടിയത്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തി BJPയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. താൻ വന്ന് നൂലുമേൽ കെട്ടി കേരളത്തിൽ ഇറങ്ങി BJPയെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ വളർത്തുന്നൊക്കെ പറഞ്ഞ് ഗീർവളം മുഴക്കിയ മനുഷ്യൻ ഇന്ന് കേരളത്തിൽ BJPക്ക് പോലും ബാധ്യതയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ BJP പ്രവർത്തകർ സമുന്നതമായ പദവികളെ അലങ്കരിക്കുന്ന ജനകീയ അടുത്തുള്ള പ്രവർത്തകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സ്വന്തം ശവസംസ്കാരത്തിന്റെ പണം പോലും കവറിലിട്ടുകൊണ്ട് തന്റെ ഓമനകളായ 2 പെൺമക്കളെയും തന്റെ ഭാര്യയും കുടുംബത്തിനെയും നിത്യ കണ്ണീരിലാക്കി ആത്മഹത്യ ചെയ്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ പോലെ ഒരു സംസ്കാര സമ്പന്നമായ മനുഷ്യ സ്നേഹികളുടെ ഇടമായ ഈ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഇതേ മാപ്പ് പറഞ്ഞാൽ പോലും തീരത്തില്ല. കൈരളി പോലൊരു ചാനലിലെ വനിതാ പ്രവർത്തകയെ ഈ രീതിയിൽ അധിക്ഷേപിച്ചാൽ കൈരളിയുടെ പാർട്ടി പ്രവർത്തനം മുട്ടുമടക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ചിരിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പോലും വിചാരിച്ചിട്ട് പോലും ഈ വക കാര്യങ്ങളിലൊന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റാത്ത ചരിത്രമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷമായിട്ടുള്ളത്. മുട്ടുമടക്കി അവർക്ക് വേണ്ടി വരികൾ തീർക്കുകയും വാർത്തകൾ ചമയ്ക്കുകയും ചെയ്ത കുറെ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ നെഞ്ചുറപ്പോടെ നിന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മാധ്യമമാണ് കൈരളി ചാനൽ എന്ന് പറയുന്നത്. ഇവരുടെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മാധ്യമത്തിന്റെ മാധ്യമ പ്രവർത്തകയോട് ആ മാധ്യമത്തിന്റെ പ്രവർത്തകയോട് നീ അവിടെ നിന്നാ മതി, നിങ്ങളെ ഒരു മാധ്യമമായിട്ട് പോലും കാണാൻ പറ്റത്തില്ല, സൗകര്യമില്ല എനിക്ക് മറുപടി പറയാമെന്ന് പണ്ട് സുരേഷ് ഗോപി നീ എന്ന് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടിമുടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിനെതിരാണ്. ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട CPM-ന്റെ പ്രതിനിധി പറഞ്ഞില്ലേ, കൗൺസിലർ പറഞ്ഞില്ലേ, അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അനിലേറ്ററാണ്. ആ വാക്കെന്നെ വല്ലാതെ സ്പർശിച്ചു. അങ്ങനെ ഒരു മനുഷ്യന് ഇതുപോലെ ഒരു ജീവൻ ഒടുക്കേണ്ടി വന്നെങ്കിൽ അതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുക, ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക, ഏറ്റവും അവിശ്വസനീയമായ ഒരു കഥ അവർ ചമച്ചിരിക്കുന്നു. CPM കാരണക്കാരെന്നുള്ളവരും CPM ഇതിനകത്ത് എന്ത് കാരണം ചെയ്തു? അതേ എഴുതി വെച്ചിരിക്കുന്നു, തന്റെ സ്വന്തം പാർട്ടി തന്നോടൊപ്പം നിന്നില്ല, ഇത്രയും കടബാധ്യതയുണ്ട്, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സത്യസന്ധനായ മനുഷ്യൻ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ അവർ പറയാ CPM ആണെന്നുള്ളവരും. അവശേഷിക്കുന്ന BJP പ്രവർത്തകർക്ക് പോലും അപമാനകരമായ വാക്കുകളല്ലേ ഇത്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത കൂടെ ഉണ്ട്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള BJPയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാരും നിരന്തരമായി ശ്രമിച്ചിട്ട് പോലും ഒരു പുല്ല് ഏക്കാതെ കണ്ട് കേരളത്തിൽ നെഞ്ചു വിരിച്ച ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട്. ആ ഭരണകൂടം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും മറ്റു രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇവിടെ എന്താകുമായിരുന്നു അനുഭവം? ഇവരുടെ തേരോട്ടം കാണുന്നവരിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലേ? അപ്പൊ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ പൊതുജനം, കേരളത്തിന്റെ പൊതുബോധം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ മനുഷ്യഹീനരായിട്ടുള്ളവരെ എതിർക്കുന്നതിന്റെ റിസൾട്ട് അല്ലേ നമ്മളിവിടെ നിന്ന് നെഞ്ചുയർത്തി നിൽക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ മനസ്സിലിപ്പ് നമുക്ക് വളരെ വ്യക്തമായില്ലേ? അത് ഏതെല്ലാം രീതിയിലുള്ള ശരീരഭാഷയാണെന്ന് പ്രകടിപ്പിച്ചത്? എന്തിനാണ് അങ്ങനെ പ്രകടിപ്പിച്ചത്? തന്റെ മുമ്പിൽ അഭയം തേടി നീതിമാനായ ഒരു കൗൺസിലർ വരുമ്പോൾ ഒരു തെല്ലും ആശ്വാസവാക്ക് പറയാതെ കണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തതിന്റെ കുറ്റവാദി മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിക്കുമോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? കോൺഗ്രസിൽ നിന്ന് ആര് പ്രവർത്തിച്ചാലും ഒരു ആത്മഹത്യ ചെയ്യണം. വയനാട്ടിൽ 4 പേര് കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏതാണ്ട് 4 ദിവസമായിട്ട് വയനാട്ടിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന ഒരു ലക്ഷണം പോലുമില്ല. ആൾക്കൂട്ടമില്ലാത്ത സദസ്സിനെയാണ് അഭിമുഖീകരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ BJPയും? ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? മനുഷ്യനോട് സമീപനത്തിൽ അഹിംസാതെ, അതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇവിടെ. നാളത്തെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന BJPക്കും കോൺഗ്രസിനും കേരളത്തിൽ എന്ത് പ്രസക്തിയാ? ഇവരെ പോലെയുള്ളവരെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ നാളെ നേരിടേണ്ടി വരുന്നത് ആത്മഹത്യയല്ലേ? സ്വന്തം പാർട്ടിയുടെ സമന്വിതനായ ഒരു പദവി വലിക്കുന്ന ഒരു മനുഷ്യനെ പോലും ചേർത്ത് പിടിക്കാൻ കഴിയാതെ കണ്ട് മാധ്യമ പ്രവർത്തകരുടെ മുകളിൽ നീ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഇന്ന് കേരളത്തിൽ തീരാ കളങ്കമായിരിക്കുന്നു. അതല്ലേ വസ്തു എന്ന് പറയുന്നത്? നമ്മളെന്നോട് ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് അവസാനിപ്പിക്കാം. അജിംഷാദെ കൈരളി ചാനലിനെ വരട്ടാൻ തുടങ്ങി ഇപ്പോഴൊന്നും അല്ല. കൈരളി ചാനലാണെങ്കിൽ മറുപടിയില്ല എന്ന് പറഞ്ഞ വേറെ ചില നേതാക്കന്മാരുടെ ഉണ്ട്. VD സതീശൻ ആക്ഷേപിച്ചിട്ടുണ്ട്. VD സതീശൻ കൽപ്പറ്റയിൽ
DCC ഓഫീസിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ കൈരളിയുടെ പ്രവർത്തകനെ വിളിച്ചിട്ട് മര്യാദയ്ക്കിരുന്നുള്ള അല്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ആ VD സതീശന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ആ VD സതീശൻ അതേ പാർട്ടിയുടെ പ്രവർത്തകരാൽ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ഞങ്ങൾ പലതും ചെയ്യുന്ന അസഭ്യ വർഗങ്ങൾ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മൂടുമല്ലേ? അതാണ് കാവ്യനീതി. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്തുകൊണ്ടാ ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ നേതാക്കന്മാരും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ മാന്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് സംവാദിക്കുന്നത്, ജനങ്ങളോട് സംവാദിക്കുന്നത്. കൈരളി ചാനലിന്റെ ഫ്ലിപ്പറിന് മുമ്പിൽ വാക്കുകൾ ഉറപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവർക്കൊന്നും കേരളത്തിൽ ഒരു സ്ഥാനവും ഇല്ലെന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇവിടെ BJP പ്രതിക്കൂട്ടിലാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാവുന്ന ഒന്നാണ്. മരിച്ച് അതിൻ്റെ ചിത കെടും മുമ്പ് അല്ലെങ്കിൽ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനം നടത്തുന്ന BJPയുടെ ജില്ലാ നേതൃത്വം. ഒന്ന്. രണ്ട്, അവിടെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് കൃത്രിമമായി സംഘർഷമുണ്ടാക്കി അക്രമത്തിലേക്ക് നയിക്കുന്ന BJPക്കാർ. മൂന്ന്, ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ച രാജീവ് ചന്ദ്രശേഖർ ചോദ്യങ്ങളോട് കാണിച്ച ആക്രോശം, കൈരളി ന്യൂസ് പ്രതിനിധിയോട് കാണിച്ച അസഹിഷ്ണുത, നെറികേട്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങൾ. കാരണം ഉത്തരമില്ല, എന്തൊക്കെയോ BJPക്ക് മറച്ചു പിടിക്കാനുണ്ട്. അങ്ങനെ സ്വാഭാവികമായി സംശയിച്ചൂടെ? അതിനു മുമ്പ് അതിലേക്ക് ഞാൻ വരും മുമ്പ് ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ റജി ലൂക്കോസ് പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് 3 MPകൾ, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, 3 പേരും കൂടി വളരെ രഹസ്യമായിട്ട് ഗോപ്യമായിട്ടൊരു സന്ദർശനം നടത്തി പോയിട്ട് അവരൊരു കാപ്പി ലേലം നടത്തുന്ന സ്ഥലത്ത്, ഇവിടെ പ്രധാനപ്പെട്ട വിഭവമാണ് കാപ്പി. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ പോയി, വയനാട് വിഷന്റെ ഉടമയും പ്രതിനിധിയുമായിട്ടുള്ള ഷിബു എന്ന് പറയുന്ന ആള് ക്യാമറയുമായിട്ട് പോയി. അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ ക്യാമറ തകർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് നമ്മളിവിടെ തിരുവനന്തപുരത്ത് അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. KUWJ അത് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടില്ല. ചേർത്ത് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരോടുള്ള താങ്കൾ ചോദിച്ച ചോദ്യത്തില് മാധ്യമ പ്രവർത്തകരോടുള്ള പെരുമാറ്റം ഞാൻ നേരത്തെ തന്നെ അതിലെ അപലപിച്ചതാണ്. അദ്ദേഹം മാപ്പ് പറയേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ ഞാൻ നേരത്തെ പ്രകടിപ്പിച്ചത്. എന്നുള്ള താങ്കളുടെ ചോദ്യം, ആ ചോദ്യത്തിന്റെ മുൾമുന നിൽക്കും എപ്പോൾ വരെ BJPക്ക് ഇതിന് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകുന്നുണ്ട്. ഒരു പക്ഷെ നേരത്തെ പറഞ്ഞ ജനറൽ സെക്രട്ടറി ഇവിടെ ജില്ലാ പ്രസിഡന്റിന്റെ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. അതിൽ ഇതിന്റെ വിശദീകരണം ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല. അത് കൗൺസിലർക്ക് മാത്രമേ അറിയൂ. പക്ഷേ ഇതിന് സംസ്ഥാന നേതൃത്വം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതുകൊണ്ട്, അദ്ദേഹത്തെ കുറിച്ചും ആരോപണം ഉള്ളതുകൊണ്ടും, പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണമെന്നുള്ളതും ഈ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം നാളെ നൽകുമെന്ന്. ഇത്രയേറെ സംശുദ്ധനായ ഒരു വ്യക്തി, സ്വന്തം ശവദാഹത്തിന്റെ പൈസ പോലും ആർക്കും ബാധ്യതയാകരുത് എന്ന് കരുതി കവറിലിട്ട് കൊടുത്ത ഒരു BJP നേതാവ്, ഒരു BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി നിലനിൽക്കുന്ന ആൾ, 15 വർഷത്തോളം ഈ വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തുടരുന്ന ആൾ, അദ്ദേഹം ഇത്രയേറെ സംശുദ്ധനാണെന്ന് ഇവരൊക്കെ പറയുന്നു. അയാൾ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നേതാക്കന്മാരെ കാണുന്നു. തൊട്ട് മുമ്പ് ഏറ്റവും ഒടുവിൽ കണ്ടത് രാജീവ് ചന്ദ്രശേഖരാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായ പ്രകാരം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത് രാജീവ് ചന്ദ്രശേഖറിനോട് പറഞ്ഞിട്ടുണ്ടാകില്ലേ? അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി ഇദ്ദേഹത്തെ തൃപ്തമാക്കാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹത്തിന് മരിക്കേണ്ടി വന്ന? അങ്ങനെ കൂടിയില്ലേ ശ്രീ രാജേന്ദ്രൻ പന്തളം? തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിക്കാൻ പാടില്ല. അദ്ദേഹം വളരെ ലോലഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. പക്ഷെ പാർട്ടി പ്രവർത്തകർ, സഹപ്രവർത്തകർ അത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ വേദനിപ്പിക്കരുതായിരുന്നു, ദുഃഖിപ്പിക്കരുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഞങ്ങളൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം നൽകുന്നതിൽ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഭാരവാഹികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ അതിന് വിശദീകരണം. തിരുവനന്തപുരത്തെ ഭാരവാഹി അല്ലല്ലോ രാജീവ് ചന്ദ്രശേഖർ. അല്ല, അവരുടെ ഭാഗമൊന്നല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പ്രവർത്തകൻ, ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു സഖാവ് ഏതെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങളിൽ പെട്ടാൽ, ആ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, CPM ഒറ്റക്കെട്ടായിട്ട് ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ അത് ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കും. ഈ കേഡർ പാർട്ടി എന്ന് അവർക്ക് അവകാശപ്പെടുന്ന BJPക്ക് ഇവിടെ എന്ത് തെറ്റ് സംഭവിച്ചു? അവർക്ക് വലിയ സ്വാധീനമുള്ള, ഒരു പക്ഷേ തിരുമല വാർഡിൽ ഒരിക്കൽ കൂടി ജയിക്കുമായിരുന്ന ഇത് അനിലിനെ എന്തുകൊണ്ട്
ഇങ്ങനെ അവർ ഒറ്റപ്പെടുത്തി എന്നുള്ളത് എനിക്കിപ്പോഴും അതിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം തൃപ്തികരമായ വിശദീകരണം നൽകുന്നത് പാർട്ടിയില്ല. അല്ല, സ്വാഭാവികമായും ശ്രീ രാജേന്ദ്രൻ പന്തളം, സ്വാഭാവികമായും 15 വർഷത്തോളം ഇപ്പോൾ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ, നിരവധി വാർത്തകൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 15 വർഷത്തോളം ഈ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തുടർന്നിരുന്ന ആൾ, BJP ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി ഉള്ള ഒരാൾ, ഇത്രയേറെ RSS BJP ബന്ധമുള്ള ഒരാൾ, അദ്ദേഹത്തെ സ്വാഭാവികമായും BJPക്കാർ കബളിപ്പിക്കില്ലേ? കാരണം ഒരു നേതാവ് തന്നെ 35 ലക്ഷം എടുത്തിട്ടുണ്ട്, അങ്ങനെ എത്രയോ പേർ. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നിക്ഷേപകരുടെ പണം ഈ വിധത്തിലേക്ക് വഴിമാറ്റിയത്. ഒടുവിൽ ഈ BJP നേതാക്കൾ കടം വാങ്ങിയ തുക നൽകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജീവനൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ പേരിലാണ് അദ്ദേഹം ആ പണം നൽകിയത്, പാർട്ടിയുമായി ബന്ധപ്പെട്ടവർക്കാണ് നൽകിയത് എങ്കിൽ ആ പാർട്ടി BJP അതിന് ഉത്തരവാദിത്വം ചെയ്യണ്ടേ ശ്രീ രാജേന്ദ്രൻ? ചെയ്യണം. എടുത്തവർ അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ആരാണ് പണം വാങ്ങിച്ചത്, ആ പണം അവർക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലോ, അവരുടെ കൊള്ള മുതലല്ലോ, അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ. അതാണ് സഹകരണം എന്ന് പറയുന്നത് കൊണ്ട്. ഇവിടെ സഹകരണം ഉണ്ടാവണ്ടേ, മറ്റുള്ളവർക്ക്, ആ നിക്ഷേപകർക്ക് അത് വേണ്ടേ? തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് തിരിച്ചു കൊടുക്കണ്ടേ? ആ നിക്ഷേപകർക്ക് പണം കൊടുക്കാനില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രതിസന്ധിയുമായിട്ട് നേതാക്കളെ സമീപിച്ചത്. അപ്പൊ അതിന് തൃപ്തികരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ക്ഷുഭിതനാകേണ്ടത് താങ്കളുടെ മാധ്യമ പ്രവർത്തകരോടല്ല, മറിച്ച് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരോടാണ്. അവിടെയാണ് അദ്ദേഹം ആ ക്ഷോഭവും ധർമ്മരോഷവും കാണിക്കേണ്ടിയിരുന്നതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതെങ്കിലും ഒരു പാർട്ടി, എന്റെ പാർട്ടി, അംശു വാമദേവൻ, അതുകൊണ്ട് ഏതെങ്കിലും അംശു വാമദേവൻ, ഇവിടെ BJP സഹയാത്രികനും അല്ലെങ്കിൽ BJPയോട് കൂറു പുലർത്തുന്ന രീതി, സഹയാത്രികനല്ല എങ്കിൽ BJPയോട് ഞാൻ പറയാം, BJPയോട് മുൻവിധി ഇല്ലാത്ത അപൂർവം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ, BJPയോട് മുൻവിധിയും ദോഷവും ഇല്ലാത്ത അപൂർവം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രാജേന്ദ്രൻ പന്തളത്തിന് പോലും ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പറയാനാകുന്നില്ല. BJPക്കെതിരെ മാത്രമേ സംസാരിക്കാനാകുന്നുള്ളൂ. ഇതാണ് ഇതിലെ വസ്തുത. അല്ല, അത് സ്വാഭാവികമാണല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്കും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞത് ഈ അനിലേട്ടൻ ഒരു ലോലഹൃദയനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു ലോലഹൃദയൻ, അത് ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കൊരു 5 വർഷക്കാലത്തെ അടുപ്പം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം വിശ്വസിച്ച ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിനോടൊപ്പം ഇല്ല, അദ്ദേഹം ഒറ്റപ്പെടുത്തി എന്ന വേദന തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് എന്ന് വിട്ടതെന്നാണ് എൻ്റെ ബോധ്യം. എൻ്റെ ഒരു കോമൺ സെൻസ് എന്നെ ബോധ്യപ്പെടുത്തുന്നത്. അതിലൊരു തർക്കവും നമുക്ക് വേണ്ട. ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം പറയുന്നത്. ജില്ലാ നേതാക്കളോട് ചോദിക്കുന്നു എന്നാണ്. അത് പക്ഷേ ഈ കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂടെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. 5 മിനിറ്റ് ഇടപെട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അനിൽജിക്ക് നീതി ഉറപ്പാക്കുക എന്നാണ്. ഞാനിപ്പോൾ അത് നോക്കുമായിരുന്നു. 5 മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സമാനം കിട്ടുന്നില്ല. അനിൽജിക്ക് നീതി ഉറപ്പാക്കുക. എന്താ പ്രശ്നം? ഞാൻ ഒരു കാര്യം വിനീതമായി ഇവിടുത്തെ BJP പ്രവർത്തകരോട് അന്വേഷിക്കാൻ പറയുന്നത്, ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ ബഹുമാനപ്പെട്ട അനിലേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഈ ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനെ നിങ്ങൾ പോയി കൊന്നില്ലേ എന്നവർ ചോദിച്ചു. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇപ്പോഴും എൻ്റെ അനുചേട്ടൻ ജീവനോടെ ഇരിക്കില്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരോട് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു. അവിടുത്തെ BJP പ്രവർത്തകർ സാക്ഷിയാണ്, അവിടുത്തെ സാധാരണ നാട്ടുകാർ അത് സാക്ഷിയാണ്. ഇതിന് ഉത്തരം പറയണ്ടേ? ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ മനുഷ്യൻ്റെ കുടുംബത്തോട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും ഒരു വാക്കുരിയാടാൻ കഴിയാതെ പ്രതിരോധത്തിലായ രാജീവ് ചന്ദ്രശേഖരൻ അത് തീർത്തത് സുലേഖയുടെ മുകളിലാണ്, കൈരളിയുടെ മുകളിലാണ്. ഇതാണ് യഥാർത്ഥത്തിലുണ്ടായ വസ്തുത. യഥാർത്ഥത്തിൽ ഈ ബാങ്കിലെ ബാധ്യത എന്ന് എങ്ങനെ ഉണ്ടായത്, അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇവിടെ BJPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്. അതാരാണെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകമായി അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിൽ ആരൊക്കെയാണ് അവരെന്ന് പുറത്തു കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ പേരിൽ, അവരുടെ നേതാക്കന്മാരുടെ ബിനാമിയായിട്ടുള്ള ആളുകളുടെ പേരിൽ ലോണുകൾ എടുക്കുന്നു. എന്നിട്ട് അത് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഉപയോഗിക്കുകയാണ്. വിവിധ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം തിരിച്ചിത് കൊടുക്കുന്നില്ല.
അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇവർ ഈ പണം ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ ഈ പണം ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. അങ്ങനെ ആ ജില്ലാ നേതാക്കൾ എടുത്തുകൊണ്ട് പോയ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ എടുത്തുകൊണ്ട് പോയ പിന്നെ പണം, ആ പണം തിരിച്ച് ലഭ്യമാകാതെ ആയപ്പോഴാണ് അനിലേട്ടൻ ഇത് ചെയ്യേണ്ടി വന്നത്. അദ്ദേഹം ലോലഹൃദയനായതുകൊണ്ടല്ല, ഉറച്ച മനസ്സുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന് നീതി ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളൊരു സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ചെയ്യേണ്ടത്, ശരി വന്ന് കണ്ടപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞില്ല, ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞില്ല, യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല, ശരി അതവിടെ നിൽക്കട്ടെ, മരണത്തിലേക്ക് അദ്ദേഹം പോയി, ഇനി എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിന് നീതി കിട്ടണ്ടേ? എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുതേ, എന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ ഒറ്റപ്പെടുത്തരുതേ എന്ന് ആ കുറിപ്പിനകത്ത് അദ്ദേഹത്തിന് എഴുതി വെക്കേണ്ടി വന്നാണ്. ആ മനുഷ്യൻ്റെ കുടുംബത്തിന് നീതി കൊടുക്കാനെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് കഴിയണ്ടേ? BJPക്ക് കഴിയണ്ടേ? എത്രയോ പേർ വിശ്വസിച്ച് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനകത്ത്, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിനകത്ത് രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ നിങ്ങളെ വിശ്വസിച്ച്, ആയിരക്കണക്കിന് പേർ നിങ്ങളുടെ പിന്നിലില്ലേ? അവർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിനെങ്കിലും നിങ്ങൾക്ക് നീതി കൊടുക്കാൻ കഴിയില്ലേ എന്നുള്ളത് ചോദിക്കുന്നത്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിതർക്കങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ മെനക്കെടുന്നില്ല. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, ആ മനുഷ്യൻ ഇങ്ങനെ മരിച്ച് ആ ചെത ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഇവർക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് അവർ തലയിൽ പൂടെയുള്ളതുകൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള സംസ്ഥാനത്തെ BJPയുടെ നേതാക്കളും ജില്ലയിലെ നേതാക്കളും ഇതിന് മറുപടി പറയണം. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിനോടല്ല, ആദ്യം നിങ്ങളുടെ പ്രവർത്തകരോട് നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയണം, ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണം, അതിനുശേഷം പൊതുസമൂഹത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇതാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള നിലപാട്. തീർച്ചയായും റജി ലൂക്കോസ്, ഈ നല്ലവണ്ണം ഓടുന്ന സഹകരണ സ്ഥാപനങ്ങളെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കി അവരെയൊക്കെ കെട്ടിവലിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളൊക്കെ തെക്കും വടക്കും കയറിയിറങ്ങിയിരുന്നു. നോക്കൂ, ഇത്ര വലിയൊരു അഴിമതി നടന്ന ഇവിടേക്ക് ഒരു പേപ്പറുമായി പോലും ഇടിക്ക് കയറി ചെല്ലാനായില്ല. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഈ പരിലാളനം ഏതൊക്കെ തരത്തിലാണ് ഏൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമത്തിന് പോലും ചർച്ച ചെയ്യാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഒന്നുമില്ലാത്ത ഉള്ളി തൊലിക്കുന്ന കാര്യങ്ങളിൽ പോലും ചർച്ച ചെയ്യുന്നവർ ഈ വിഷയങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ വിഷയങ്ങളിൽ അവർക്ക് രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യങ്ങൾ പോലുമില്ല. അതിന്റെ അർത്ഥം നട്ടലില്ലായ്മ എന്നുള്ളതാണ്. നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം മുഴക്കി നമ്മുടെ മുമ്പിൽ കാണുന്ന അത്തരം ചാനലുകൾക്ക് നട്ടലില്ല. അതൊക്കെ നട്ടലില്ലാത്തവരോട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കാണ് നാണക്കേടെന്ന് പറയുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല. ഇവിടെ പ്രിയപ്പെട്ട പന്തളം രാജേന്ദ്രൻ, അദ്ദേഹം ഒരു BJPയുടെ അനുഭാവിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പോലും വളരെ ആർജവത്തോടുകൂടി പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? രണ്ട് കാരണമാണ്. ഒന്ന്, ഇവിടെ വംശവാസ്തവന് പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർ പറഞ്ഞത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ലോലഹൃദയനല്ല, സത്യസന്ധനായ ഒരു മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ നിരവധി BJP ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പൊളിഞ്ഞു പാളിസായിരിക്കുന്ന ചരിത്രങ്ങൾ കേരളത്തിൽ വാർത്തകളായി വരുമ്പോൾ ഇദ്ദേഹത്തിനും വേണമെങ്കിൽ കൈയൊഴിയായിരുന്നു. നിക്ഷേപകർ വരുമ്പോൾ അതിന് സന്മനസ്സില്ലാതെ കണ്ട് മാന്യനായ സത്യസന്ധനായ ഒരു മനുഷ്യനായതുകൊണ്ടല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തന്റെ കുടുംബത്തെ പോലും ഇനി നാക്കിക്കരുത്, അപമാനിക്കരുത്, അധിക്ഷേപിക്കരുത്, ഒറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഗതികെട്ട ഒരു മനുഷ്യനാണ് ഈ BJPയുടെ ഒരു കൗൺസിലറായി ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തത്. അതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഇനി നോക്കിക്കൂ, അവരിപ്പോൾ തന്ത്രമല്ല കുതന്ത്രപരമായിട്ട് നാണം കെട്ട രീതിയിൽ കൊണ്ടുവരുന്ന ന്യായീകരണം എന്തൊക്കെയാണ്? ലജ്ജയില്ല. ഞങ്ങൾക്ക് കൈപ്പഴ പറ്റി, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, ആ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞ് അവരെ ഇനിയും ചേർത്ത് പിടിക്കുന്നതിനപ്പുറം കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ നീ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല റജി ലൂക്കോസ്, ഇത് മാത്രമല്ല, അതായത് ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ സഹകരണ സ്ഥാപനത്തിന് BJPയുമായി ബന്ധമില്ല, അതുകൊണ്ട് ഈ വരുന്ന കടങ്ങളൊന്നും BJPക്ക് ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. BJPക്കാർ BJPയുടെ പേരിൽ പണം പിരിച്ചു കൊണ്ടുപോയിട്ട് ഈ പാവം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഇപ്പോൾ ആ കുടുംബത്തിന് പോലും നീതി ഉറപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല. കൈയൊഴിയുകയാണ് BJP. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നത്. ആ പ്രസ്താവനയായിട്ട് നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മഹാഭാഗ്യം, ഈ മനുഷ്യൻ BJPയുടെ പ്രതിനിധി അല്ല,
ഞങ്ങളുടെ പ്രതികളുടെ അവകാശപ്പെട്ടത് മാത്രമാണെന്ന് ഇവർ പറയാതിരുന്നത്. അവരത് പറയാൻ മടിക്കുന്നില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞാനെന്ന് ചോദിക്കട്ടെ, 35 ലക്ഷം രൂപ വരെ എടുത്തിരിക്കുന്ന BJP-യുടെ നേതാക്കന്മാരുണ്ട്. ആ BJP-യുടെ നേതാക്കന്മാർ ആ ബാങ്കിൽ പോയിട്ട്, പോലീസ് പോയിട്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പോയിട്ട് അന്വേഷിച്ചാൽ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വരും. ബിനാമിയുടെ മാർഗത്തിൽ ബിനാമിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ തുക എടുത്തവരുടെ പേര് പുറത്തു വരുന്നില്ലേ? എത്ര ലജ്ജാകരമാണ് ഈ പാർട്ടിയൊക്കെ പറയുന്ന മറുപടികൾ. ഞാൻ വേറൊന്നുകൂടെ പറയാം. ഈ ആത്മഹത്യ നടത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ പോലെ തന്നെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് നമ്മുടെ പുൽപ്പള്ളിക്ക് സമീപം, പുൽപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലെ മുള്ളംകൊല്ലി പഞ്ചായത്ത് ജോസ് എന്ന് പറയുന്ന ഒരു സ്വാധീനായ ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു കോൺഗ്രസ് MLA, ക്ഷമിക്കുന്ന ഒരു കോൺഗ്രസ് മെമ്പർ ആത്മഹത്യ ചെയ്തു. കാരണം എന്തുകൊണ്ടാ? കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കുറ്റകരമായിട്ടുള്ള എന്താ പറയാ നിലപാട് കൊണ്ട് മാത്രം അദ്ദേഹം പേരെഴുതി വെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉള്ളവർ അവരുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന MP അവിടെ ഉണ്ടായിട്ട് ആ വീട് സന്ദർശിച്ചില്ല. കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർ സന്ദർശിച്ചിട്ടില്ല. ആ പുൽപ്പള്ളി പ്രദേശം ഞാൻ സഹിത എന്റെ സുഹൃത്തുക്കൾ സന്ദർശിച്ചപ്പോൾ പുൽപ്പള്ളിയിലെ ജനങ്ങൾ ഒന്നടങ്ക രോഷത്തിലാണ്. അങ്ങനെയുള്ള 2 രാഷ്ട്രീയ കക്ഷികളാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത്. നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ലേ അജിംഷാദ്? അതൊരു വസ്തുതയല്ലേ? 4 പേരാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇനിയും BJP-യുടെ തന്നെ കഥ പറയാം. BJP-യുടെ കക്കലും മുക്കലുമായിട്ട് നടക്കുന്ന നേതാക്കന്മാർക്കൊഴികെ ആർക്കെങ്കിലും അന്തസ്സായിട്ട് ആ പാർട്ടിയിൽ ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രവർത്തിച്ചവരുടെ അന്ത്യമല്ലേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവ മനുഷ്യന്റെ, അന്തസ്സുള്ള ഒരു BJP നേതാവിന്റെ. എന്നിട്ട് ഇവർ പറയുകയാണ് CPM കാരനാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ തൊലിക്കെട്ടി ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു? ആ കുടുംബത്തെ അധിക്ഷേപിക്കുമല്ലേ, അപമാനിക്കുമല്ലേ? 2 പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, 55 വയസ്സുകാരുള്ളത്. ആ കുഞ്ഞുങ്ങളോട് നീതി കാണിക്കണ്ടേ? ഹൃദയം തകർന്നല്ലേ നമ്മളോട് സംസാരിക്കുന്നത്? ഈ വേദന നിങ്ങൾ കണ്ടോ? ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവിന് ദുഃഖമുണ്ടോ? അവർ മാധ്യമപ്രവർത്തകരെ തല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എടിയും നീടിയും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ഈ മനുഷ്യന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുന്നില്ല, പത്രസമ്മേളനം നടത്തുന്നു. ജനൻ ടിവിയിൽ ഈ വാർത്ത ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ, പ്രിയപ്പെട്ട റെജി ലൂക്കോസ്, ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. ഇന്നലെ ജനൻ ടിവിയിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ജനൻ ടിവിയിൽ ഈ വാർത്ത, പ്രിയപ്പെട്ട അനിലേട്ടൻ്റെ ഈ മരണം എത്ര നേരമാണ് സംപ്രേഷണം ചെയ്തതെന്ന് പരിശോധിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാധ്യമ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകളുടെ റിപ്പോർട്ട് എത്ര സെക്കൻഡ് ആ ചാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ രംഗത്തെത്തി ഇതൊക്കെ പറയേണ്ടി വരും. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. റജി ലൂക്കോസ് കംപ്ലീറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വംശു പറഞ്ഞത് 100% സത്യ. ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, പക്ഷേ എങ്കിലും അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയാം. ഈ ഇപ്പോൾ പറഞ്ഞ ഈ ചാനല് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന BJP-യുടെ ഈ രാജ്യത്തോട് കാണിക്കുന്ന ജനാധിപത്യ ഹത്യക്കും പത്രസ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന വിലക്കുകൾക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങളെ, മലയാള ഭാഷ പറയാവുന്ന ജനങ്ങളെ തിരിപ്പിക്കാനുള്ള ശ്രമമല്ലേ ആ മാധ്യമം നടത്തുന്നത്? എന്നിട്ട് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം? ആരാണ് മരിച്ചത്? സമുന്നതനായ ഒരു നേതാവാണ് മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലറാണ് അദ്ദേഹം, പ്രിയങ്കരനായ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം മരിച്ചിട്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. BJP സംസ്ഥാനത്ത് നിന്ന് ദേശീയ നേതൃത്വത്തിന് ഒരു പരാതി പോയി. കാരണം മുമ്പ് K. സുരേന്ദ്രൻ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷനായി ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ചെലവും കോടികളുടെ ധൂർത്തുമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ളത് എന്ന പരാതിയൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് BJPക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ധൂർത്തിൽ ചെലവാക്കുന്ന പൈസയുടെ പകുതിയെങ്കിലും ഈ പാവത്തിന് മരണത്തിന് മുമ്പ് വന്ന് കച്ചിത്തുരുമ്പ് പോലെ പറഞ്ഞ ആ മനുഷ്യന് കൊടുത്തുകൂടായിരുന്നോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. തീർച്ചയായും രാജേന്ദ്രൻ പന്തളം, ഇതിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധൂർത്തിൻ്റെ വലിയ കഥയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ളത്, സുരേന്ദ്രനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് BJPക്കാർ തന്നെ പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. മറ്റു ചില BJPക്കാർ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് കോടികളുടെ വീട് വസ്തുക്കളൊക്കെ വാങ്ങി പെട്ടെന്ന് പണക്കാരായ ഒരുപാട് BJP നേതാക്കന്മാർ ജില്ലയിൽ തന്നെയുണ്ട്. മാത്രമല്ല ഈ കുഴൽപ്പണമടക്കം ചാക്കിൽ കെട്ടി പണം
ക്രയവിക്രയം ചെയ്തതുമൊക്കെ അറിയാം. എന്നിട്ടാണോ ഈ പാവത്തെ സഹായിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന BJP-ക്കാരുണ്ട്. അത് BJP നേതാക്കന്മാരുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് താഴെയുള്ള കമൻറ്റുകൾ തന്നെ വായിച്ചാൽ അറിയാം. ശ്രീ പന്തളം. തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വന്നാൽ അജിംഷാദ്, ഈ 35 ലക്ഷമൊക്കെ ഫാം ടൂറിസം കോർപ്പറേഷനിൽ നിന്ന് ഈടാക്കിയ ആൾക്കാര് അത് തിരിച്ചടയ്ക്കാത്തതാണ് അന്തിമമായിട്ട് അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വളരെ വ്യക്തമാണ്, ഇവിടെ സുവ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ നിക്ഷേപങ്ങൾ സഹകരണ ബാങ്കിന്റെ സൗജന്യം വേണ്ടി സ്വീകരിച്ചിട്ട് അത് തിരിച്ചടയ്ക്കാതിരിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇത് പറയുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആർഭാടം, അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ടിക്കാരുടെ തന്നെ പരാതിയാണ്, നമ്മളത് വേറൊരു വിഷയം, അത് സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ ED കരുവന്നൂർ ബാങ്കിന്റെ നിക്ഷേപം കൊണ്ടുപോയിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. അത് നിക്ഷേപകർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഗവൺമെന്റ് അത് സ്വീകരിക്കാതിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അപ്പൊ ഈ കണ്ണീരെല്ലാം നമ്മൾ കാണണം. ഒരുപക്ഷെ ഈ കണ്ണീരും ദുഃഖവും നാളെ നയിക്കാൻ സമാനമായ ആത്മഹത്യകളിലേക്കായിരിക്കും. അതിനൊരു പ്രിവെന്റീവ് മെഷറായിട്ട് ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് നടപടികൾ എടുക്കണം. അതുപോലെ സഹകരണ ബാങ്കിന്റെ എല്ലാ എന്തിനാണ് ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ദൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിൽ ക്രിമിനലിനോടൊപ്പം പാർപ്പിച്ചപ്പോൾ ന്യായീകരിക്കാനായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വിലക്ക് മേടിച്ച് BJP-ക്ക് അടിയറവ് പറയിപ്പിക്കാൻ വോട്ട് നേടാനായിട്ട് ഓടി നടന്ന രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി തൃശൂർ ബിഷപ്പ് അഭിമന്യ താഴത്തെ പിതാവിനെ കണ്ടത്, അതായത് CBC-യുടെ പ്രസിഡന്റിലൂടെയാ കണ്ണ് പറക്കിയപ്പോഴത്തേക്ക് നമ്മളൊക്കെ അത് ചർച്ചയിലുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞു ഇതിന്റെ പിന്നിലെ എന്ത് നീക്കമാണ് നടക്കാൻ പോകുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ രൂപതയുടെ ഔദ്യോഗിക പത്രമായ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ പത്രം ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ കൃത്രിമത്തെക്കുറിച്ചും ഈ പറയുന്ന BJP-ക്കെതിരെയും ശക്തമായ രീതിയിലുള്ള മുഖപ്രസംഗമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെ വേട്ടയാടി പിടിച്ച് അവരെ വീണ്ടും വറുതിയിലേക്ക് ഇടാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പണക്കൊഴുപ്പേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് തൃശ്ശൂർ രൂപതയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കത്തോലിക്ക സമൂഹത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെയും വിലയ്ക്ക് വാങ്ങിയാൻ വേണ്ടി ഇദ്ദേഹം പല തന്ത്രങ്ങൾ നടത്തി. ഈയിടെ കോട്ടയത്ത് ഒരു സമ്മേളനം നടന്നു, തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കേരളമാണ്. തന്റെ കൂടെ നിൽക്കുന്ന, തങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കൗൺസിലറെ പോലും ജീവൻ രക്ഷിക്കാൻ കേണപേക്ഷിച്ചിട്ട് പോലും കരുണ കാണിക്കാത്ത നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഇനി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൂട്ടുകൂടാൻ പറ്റുക? നിങ്ങളുടെ തനിതറാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനൊരു കനത്ത മറുപടി നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഇതാണ് എനിക്ക് ആടിയാറുള്ളത്. തീർച്ചയായും ഈ യഥാർത്ഥത്തിൽ രാജേന്ദ്രൻ പന്തളം ഇതിൻ്റെ സത്യാവസ്ഥകൾ മറച്ചു വെക്കാതെ ഈ ദുഃഖം മാറുന്ന ഘട്ടത്തിൽ, ദുഃഖം മാറില്ലെങ്കിൽ പോലും അതൊന്ന് ശമിക്കുന്ന ഘട്ടത്തിൽ ഈ കുടുംബം തന്നെ രംഗത്തെത്തി ഇതിൻ്റെ വസ്തുതകൾ പറയണ്ടേ ശ്രീ രാജേന്ദ്രൻ പന്തളം? തീർച്ചയായിട്ടും അത് ഉരുത്തിരിഞ്ഞ് വരും, സത്യം പുറത്തു വരുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതിന്റെ സമ്മർദ്ദം ഞങ്ങളുടെ മാധ്യമം പോലെയുള്ള, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും വരും. അത് ഉണ്ടാവേണ്ടതാണ്. സത്യം പുറത്തു വരണം. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. അക്കാര്യത്തിൽ എനിക്കൊരു അംശു വാമദേവൻ, എനിക്കറിയില്ല, പല BJP-ക്കാരും നേതാക്കന്മാരും പറയുന്നതാണ്, ലാംബി സ്കൂട്ടറുമായും ചെറിയ ലൂണയുമായി നടന്നവർ വരെ ഇന്ന് കോടികളുടെ വീടും വസ്തുവും, ആരെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല, BJP-യുടെ തന്നെ നേതാക്കന്മാർ വാങ്ങിയവരുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ധൂർത്തിൻ്റെ കഥ പറയുന്നു. ഇങ്ങനെ കുഴൽപ്പണം കെട്ടുകണക്കിന് ചാക്ക് മറിക്കുന്നു. എന്നിട്ടാണ് ഈ പാവം മനുഷ്യന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും 15 കൊല്ലം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ എന്ന നിലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ അനിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ കബളിപ്പിച്ചിട്ടുണ്ടാവുക BJP നേതാക്കന്മാർ തന്നെയാണ്. പാർട്ടി പ്രവർത്തനങ്ങൾക്കടക്കം എന്ന് പറഞ്ഞുകൊണ്ട് വസൂലാക്കിയ പണമാണ്. അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും നമുക്കറിയാനാകുന്നത്. അത് മറച്ചു പിടിക്കാനാണ് ഇവർ ഈ വിളറിയൊക്കെ കാട്ടുന്നത്. പക്ഷേ CPIM ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? അതെ, CPM സംബന്ധിച്ചിടത്തോളം സുവ്യക്തമായ നിലപാട് ഈ കാര്യത്തിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളതിനപ്പുറം യഥാർത്ഥത്തിൽ ഓരോ പൊതുപ്രവർത്തകരും ആ പൊതുപ്രവർത്തകരെ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അനിലേട്ടൻ്റെ നഷ്ടമുണ്ടായത് അത് പൊതുസമൂഹത്തിന് കൂടി നഷ്ടമാണ്. ഒരു ജനപ്രതിനിധിയെയും ഒരു പൊതുപ്രവർത്തകനെയും നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവരിക, അത് കൃത്യമായി അവരെ പുള്ളി തൊട്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിന് മുന്നിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ BJP ആണ്.
അവരുടെ ഒരു നേതാവ്, അവരുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന ഒരു ജനകീയനായ ഒരു നേതാവ്, അവരുടെ ഒരു കേഡർ, അങ്ങനെയുള്ളൊരു കേഡറായിട്ടുള്ള ഒരു ആളിന് പറ്റിയ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ BJPക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതിൽ നിന്ന് അവർ പിന്മാറുകയാണ്. ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർ സമര പ്രക്ഷോഭങ്ങളും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തായാലും സ്വാഭാവികമായി അനിലേട്ടൻ മരണപ്പെട്ടു പോയി. ഇനി നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ തീർച്ചയായും അതാണ് നമ്മൾ അതിലേക്കാണ് ഇനി പോകേണ്ടത്. നീതി ഉറപ്പാക്കണം. എന്തായാലും ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. കോൺഗ്രസ്സുകാരായ NM വിജയനും മകനും മാനാട് ശശിയും അടക്കം കോൺഗ്രസിൻ്റെ 5 or 6 പേരാണ് ജീവനൊടുക്കിയത്. ഇതുപോലെ ഒരു BJP നേതാവിനും BJPക്കാരുടെ തന്നെ ചതിയിൽ ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ്. ഇതിൻ്റെ സത്യം പുറത്തു വരണം. നീതി ആ കുടുംബത്തിന് ഉറപ്പാകണം. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ